ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു. എന്നാലും കുറച്ച് പേരും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ എത്രയും വേഗത്തിൽ നിങ്ങൾ വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ സെൻഡ് ചെയ്യാൻ പറ്റാത്തവർ, നമ്മുടെ സ്കൂളിൻ്റെ ആപ്പ് വഴി ചെയ്യാൻ പറ്റാത്തവർ സാറിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യണം. ഓക്കെ. ഇതുകൂടാതെ മറ്റൊരു കാര്യം, ഇതുവരെയുള്ള വർക്കുകളെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. സാറ് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം ബുക്കിൽ വരയ്ക്കുക. ബുക്കിലെ പിക്ചർ അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ബുക്കിലേക്ക് വരയ്ക്കണം. എന്നിട്ട് ബുക്കിൽ വരച്ചതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സസൈസ് എന്ന തരത്തിൽ പ്ലെയിൻ ബുക്കിലും ഇതേ രീതിയിൽ തന്നെ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ലഭിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. എനിക്കൊന്ന് അടുത്ത മാസം മുതൽ മിക്കവാറും നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ ബുക്കുകളെല്ലാം സ്കൂളിൽ കൊണ്ടുവരണം എന്നൊരു സാധ്യത വരും. മിക്കവാറും ഞാൻ ആ ബുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു സാധ്യത ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ അപ്പോഴത്തേക്കെല്ലാം തയ്യാറാക്കി വെക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് റൂസ്റ്റർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ, ഇന്നത്തെ വർക്ക് ചെയ്യേണ്ട വിഷയം. റൂസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം? പൂവൻ കോഴി അല്ലേ? നല്ല മനോഹരമായ പൂവൻ കോഴി കണ്ടല്ലേ നിങ്ങൾ? പൂവൻ കോഴിയെ കണ്ട എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? അതിൻ്റെ തലയുടെ മുകൾ ഭാഗത്താണ് ഒരു പൂവുണ്ട് അല്ലേ? അതുപോലെ ഈ താഴ്ഭാഗത്തും ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ താഴോട്ട് കിടപ്പുണ്ട് അല്ലേ? പിന്നെന്താണ്? നല്ല മനോഹരമായ അങ്കവാലിങ്ങനെ ഉയർന്നു പൊങ്ങിയ വാല് അല്ലേ? നല്ല ഭംഗിയല്ലേ? ഏകദേശം ഇത് നോക്കി വല്ല മയിലിനെയൊക്കെ പോലാണ് ഈ പൂവൻകോഴിയുടെ സൗന്ദര്യം. അത്രയ്ക്ക് നല്ല അധികം നല്ല പൊക്കമുള്ളതും ഉയർന്ന തലയുള്ളതും ഇങ്ങനെ പൊങ്ങിയ അങ്കവാലുമുള്ള ആണ് പൂവൻകോഴി അല്ലേ? പ്രത്യേകതകൾ. അപ്പോൾ പൂവൻകോഴിയുടെ ഒരു ചിത്രം നമ്മൾ വാട്ടർ കളർ എന്ന മീഡിയയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് മുൻപ് ചെയ്തിട്ടുണ്ടാവാം, വാട്ടർ കളർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇത് പുതുതായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ടാവും. എന്നാൽ ഇതിപ്പോൾ സാർ ഇപ്പം ചെയ്ത് കാണിക്കുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം, വർക്ക് ചെയ്ത് പറയാം എങ്ങനെയാണെന്ന്. ഔട്ട്ലൈൻ ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങൾ പ്ലെയിൻ ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ ആകൃതിയിൽ വരച്ചിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഈ ഡാർക്ക് ലൈൻ പ്ലെയിൻ ബുക്കിൽ കൊടുക്കരുത്. ഇത് ഫിക്സഡ് ആയതുകൊണ്ടാണ്, ഈ പ്രിൻ്റഡും ആയതുകൊണ്ടാണ് ഇതിനകത്തുള്ളത്. എന്നാൽ പ്ലെയിൻ ബുക്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ അമർത്തി കറുപ്പിച്ച് എൻഡ് ഭാഗം വരയ്ക്കരുത്. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ആദ്യം നമ്മൾ ഏതാണ്, ഇവിടെ ഏതൊക്കെ കളറുണ്ട്? യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെന്താണ്, ബ്ലൂ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കളറുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കളർ, ഇപ്പോൾ ഇത് ഏകദേശം നമുക്കറിയാം ഫൈനലാണിത്. ഇത് 3 ടൈപ്പാണ് ഇവിടെ കൊടുക്കുന്നത്: ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിലെങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത്? ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണ്, അതേ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ കളറിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റെഡ് കളറാണ് ഇവിടെ വരേണ്ടത്, പ്യുവറായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും റെഡിൻ്റെ ഏറ്റവും ലൈറ്റായിട്ട് എന്ന് വെച്ചാൽ അല്പം കളർ എടുക്കുക, വെള്ളം ധാരാളം കൂട്ടണം. എന്നിട്ട് ലൈറ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂട്ടുക എന്നാണ് അർത്ഥം. അല്ലാതെ ലൈറ്റെന്ന് ഈ കളറിനകത്ത് ലൈറ്റ് ആക്കുന്ന വെച്ചാൽ അതിനകത്ത് അധികം വെള്ളം ചേർക്കുമ്പോഴാണ് ലൈറ്റ് കിട്ടുന്നത്. അതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ ഉപയോഗിക്കരുത് നിങ്ങൾ. ആദ്യം ഈ കളർ പൂർണ്ണമായിട്ട് ബ്രഷിൽ മുക്കിയിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ ഹൈലൈറ്റായിട്ട് കിടപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ എൻ്റെ ഭാഗത്ത് വരെ പൂർണ്ണമായിട്ട് കളറും ഇല്ല. എന്നിട്ട് ചില ഭാഗത്ത് ഇച്ചിരി ഭാഗത്ത് കളർ ഇല്ലാതുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ കളർ ഇല്ലാത്ത ഭാഗം കളർ ഇല്ലാത്ത തന്നെ അങ്ങനെ തന്നെ കൊടുക്കണം. കണ്ടോ? കളർ പൂർണ്ണമായിട്ടും ഇല്ല, എന്നാൽ കളർ ഉണ്ട ഭാഗമുണ്ട്. ആദ്യം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. റെഡ് വേണ്ട ഭാഗങ്ങളുണ്ട്. ഇവിടെ റെഡ് വരേണ്ടതാണ്, ഈ ഭാഗത്ത് റെഡ് വരേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം ലൈറ്റ് വെള്ളം കൂട്ടി. പിന്നെ എന്താണ്, ഇതിലെല്ലാം റെഡ് ഉണ്ട്. കണ്ടോ? ചിലയിടത്ത് ബ്ലൂ ഉണ്ട്. കണ്ടോ? ഇവിടെയൊക്കെ റെഡ് വരേണ്ട ഭാഗങ്ങളാണ്. അവിടെ എല്ലാം ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ബ്രഷ് കഴുകുക. ചിലരെ ഒരു ബ്രഷ് ആയിരിക്കും ഉള്ളത്. ബ്രഷ് കഴുകിയതിന് ശേഷം ഒരു ക്ലോത്ത് കൊണ്ട് തുടയ്ക്കണം. തുടച്ചിട്ട് അടുത്ത കളർ നമ്മൾ അപ്ലൈ ചെയ്യണം. അടുത്തേതാ? യെല്ലോ അടിക്കാം. യെല്ലോ അടിക്കുമ്പോൾ എന്താണ്, ഈ യെല്ലോ കളർ അല്പം എടുക്കുക, വെള്ളം കൂട്ടണം. ഈ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ വെള്ളം കൂട്ടിയിട്ട് എന്താണ്, യെല്ലോ വേണ്ട ഭാഗങ്ങൾ കണ്ടോ? ചില ഭാഗങ്ങളിൽ യെല്ലോ ഇല്ല. കണ്ടോ? എന്നിട്ട് ഈ ഭാഗങ്ങൾ കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗങ്ങൾ കണ്ടോ? യെല്ലോ ഇല്ല. കണ്ട് ഈ ഭാഗത്തുനിന്നും വൈറ്റാണ് കിടക്കുന്നത്. ഈ വൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് എന്ന് പറയും. അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗങ്ങൾ. അവിടെ വെള്ളം മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ അതിന് ആ വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ വെള്ളം ഇപ്പോഴേ ഇട്ടേക്കണം. ബാക്കിയുള്ള ഭാഗങ്ങൾ ലൈറ്റായിട്ട് യെല്ലോ അപ്ലൈ ചെയ്യണം. കണ്ടോ?
വെള്ളം കൂട്ടി യെല്ലോ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇങ്ങനെയിട്ട് ഉരയ്ക്കരുത്. മുക്കുക, അല്പം ഇങ്ങനെ തേക്കുക. കണ്ടോ, വീണ്ടും എടുക്കുക, മുക്കുക, ഇങ്ങനെ തേക്കുക. അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ഉരയ്ക്കരുത്. ഉരയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് കീറിപ്പോവും, കുതിർന്ന്. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കളർ അപ്ലൈ ചെയ്യുള്ളൂ. ഇത് ഫസ്റ്റ് കോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് കഴുകിയിട്ട് അടുത്ത കളർ എടുക്കണം. അടുത്ത എന്താണ്? ഗ്രീനാണ്. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് തുടച്ചിട്ട് വീണ്ടും ഗ്രീൻ കളർ എടുക്കുക. ആ ഗ്രീൻ കളർ ഏറ്റവും കുറച്ച് ഇച്ചിരി കളർ എടുത്തിട്ട് വെള്ളം കൂട്ടണം. വെള്ളം കൂട്ടിയിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ഇങ്ങനെ അപ്ലൈ ചെയ്യണം ബ്രഷ് കൊണ്ട്. ഈ ഗ്രീൻ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത് അവിടെ ആ ഗ്രീൻ മാത്രം ഭാഗങ്ങൾ വേണ്ട ഭാഗത്ത് മാത്രം ഗ്രീൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ബ്രഷ് എടുക്കുക, കഴുകുക. കഴുകിയിട്ട് തുടയ്ക്കണം. തുടച്ചിട്ട് വീണ്ടും ബ്രഷ് എടുക്കുക. ഇതിൻ്റെ എന്താണ്, റൂസ്റ്ററിൻ്റെ ഈ ഭാഗത്ത് ലെഗിന് ഇവിടെയൊക്കെയാണ് കളർ ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ ലൈറ്റാണ്. വീണ്ടും ആ എന്താണ് ബ്രൗൺ കളർ എടുത്തിട്ട് വെള്ളം കൂട്ടി ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. കണ്ടോ, അതിന് ശേഷം ബ്രഷ് കഴുകുക. കഴുകിയിട്ട് വീണ്ടും ഇതെടുക്കുക. ബ്രഷ് എടുത്തിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്താണ് വീണ്ടും ഈ ഭാഗത്താണ്, ഈ പൂവിൻ്റെ ഭാഗത്ത്. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. അപ്പോൾ ആ പൂവിൻ്റെ ഭാഗത്ത് വീണ്ടും അല്പം കൂടെ, നേരത്തെ നമ്മൾ കളർ കൂട്ടിയായിരുന്നു, കളർ കുറച്ചിട്ട് വെള്ളം കൂട്ടിയായിരുന്നു. ഇപ്പോൾ കളർ അല്പം കൂട്ടിയിട്ട് ഇച്ചിരി വെള്ളം കുറയ്ക്കണം. എന്നിട്ട് വീണ്ടും അത് എന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ എടുക്കരുത്, വെള്ളം വേണം. എന്നിട്ട് രണ്ടാമത്തെ കോട്ട് ഏകദേശം ഇതേ റിസൾട്ട് കിട്ടണം. ഈ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ അല്പം കളർ കൂട്ടിയിട്ട് വീണ്ടും ഈ പൂവിനടിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ പൂവിനും അടിക്കുന്നു. പിന്നെ എവിടെയാണ്, പിന്നെ ഈ ഭാഗങ്ങളിൽ കണ്ടോ അല്പം റെഡ്. ഇപ്പോൾ നേരത്തെ റെഡിനെക്കാട്ടി ഇപ്പോൾ കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്ലൈ ചെയ്യുന്നു. വീണ്ടും എന്താണ്, വീണ്ടും ഇവിടെ റെഡ് അപ്ലൈ ചെയ്യുന്നു. റെഡ് വേണ്ട ഭാഗങ്ങളെല്ലാം ഈ കളർ കൊണ്ട് അപ്ലൈ ചെയ്യുന്നു. പിന്നെ ഈ ഭാഗത്ത് റെഡ് അപ്ലൈ ചെയ്യണം. കണ്ടോ, ഇവിടം വരെയും റെഡ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് വീണ്ടും ബ്രഷ് കഴുകുന്നു. വീണ്ടും യെല്ലോ എടുക്കുന്നു. യെല്ലോ എടുത്തിട്ട് വീണ്ടും യെല്ലോ ഉപയോഗിച്ചതിൻ്റെ മുകളിൽ കൂടി അവിടെ വീണ്ടും യെല്ലോ അല്പം കൂടി ഡാർക്ക് കൂട്ടി, എന്ന് വെച്ചാൽ കടുപ്പിച്ച് നേരത്തെ ഉപയോഗിച്ചാൽ അല്പം കൂടെ യെല്ലോ കളർ കൂട്ടിയെടുത്തിട്ട് വെള്ളം കുറച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ബ്രഷ് കഴുകുന്നു, ക്ലോത്ത് കൊണ്ട് തുടയ്ക്കുന്നു. വീണ്ടും എന്താണ്, ഗ്രീൻ എടുക്കുന്നു. ഗ്രീൻ വേണ്ട ഭാഗങ്ങൾ കണ്ടോ, ഗ്രീൻ എല്ലാ ഭാഗത്തും ഗ്രീൻ ഉണ്ടെങ്കിലും ഗ്രീനിൻ്റെ ചില ഭാഗത്ത് വൈറ്റ് ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ നിങ്ങൾ, ഫസ്റ്റ് സ്റ്റേജ് കണ്ടോ, ഇവിടെ പ്യുവർ ചില ഭാഗങ്ങളിൽ വൈറ്റ് കിടക്കുന്നുണ്ടോ, കണ്ടോ. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ടോ, വൈറ്റ് കുറച്ച് ഭാഗങ്ങൾ കളർ തെളിച്ചുകൊണ്ട് കണ്ടോ, വെള്ളയുടെ അംശം കണ്ടോ. എന്നിട്ട് വീണ്ടും തേർഡ് സ്റ്റേജ് വരുമ്പോഴും, തേർഡ് സ്റ്റേജിലായില്ല, ഗ്രീൻ അപ്ലൈ ചെയ്യുന്നു. ഗ്രീൻ അപ്ലൈ ചെയ്യുന്നു. പിന്നെ വീണ്ടും കഴുകിയിട്ട് എന്താ, ഈ ലെഗിൻ്റെ ഭാഗം നമ്മൾ വീണ്ടും രണ്ടാമത് അപ്ലൈ ചെയ്യുന്നു. ലെഗിൻ്റെ ഭാഗം വീണ്ടും കളർ അപ്ലൈ ചെയ്യുന്നു. ഏതാണ്, ബ്രൗൺ ആണ്. അല്പം ഡാർക്ക് കൂട്ടി ഡാർക്ക് ഭാഗങ്ങൾ ഡാർക്കായിട്ടും ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ ലൈറ്റായിട്ട് ഇടുക. അതിനുശേഷം വീണ്ടും ബ്രഷ് കഴുകി സ്റ്റേജ് 3ലേക്ക് വരുന്നു. സ്റ്റേജ് 3ലേക്ക് വരുമ്പോൾ നേരത്തേനെക്കാട്ടിയും കളർ കൂട്ടി വെള്ളം വീണ്ടും കുറയ്ക്കണം. എന്നിട്ട് ഡാർക്കായിട്ടുള്ള ഭാഗം ഡാർക്കായിട്ടും അത് പൂർണ്ണമായിട്ട് അടിക്കണം. ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ ലൈറ്റായിട്ടും വരിക. വീണ്ടും പിന്നെ റെഡ് വേണ്ട ഭാഗങ്ങൾ ഡാർക്കായിട്ട് റെഡ് കൊടുക്കുക. ഈ അങ്കവാലിൻ്റെ ഈ ഭാഗത്തെല്ലാം റെഡ് ഡാർക്ക് റെഡ് കൊടുക്കുക. അപ്പം വീണ്ടും നമ്മൾ കളർ അപ്ലൈ ചെയ്ത് തിരിച്ചു വരുന്നു. വീണ്ടും അടുത്തത് യെല്ലോ എടുക്കുന്നു. യെല്ലോ ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നു. പിന്നെ ഇതിനകത്ത് വയലറ്റ് ഉള്ള ഭാഗങ്ങളുണ്ട്, പിന്നെന്താ ബ്ലൂ ഉള്ള ഭാഗങ്ങളുണ്ട്, ഗ്രീൻ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ എല്ലാം ഈ പറഞ്ഞ രീതിയിൽ തന്നെ മൂന്നാം ഘട്ടത്തിലെ കളേഴ്സും അപ്ലൈ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ സ്കൈ ബ്ലൂ ആണ്. ഈ സ്കൈ ബ്ലൂ ഇങ്ങനെ നല്ലപോലെ ബ്രഷ് മുക്കിയിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കാതെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ ദൂരോട്ട് പോകുമ്പോൾ ലൈറ്റായിട്ട് പോകണം. ഡാർക്കായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈ റൂസ്റ്റർ നിൽക്കുന്ന ഭാഗം നോക്കിയേ ഗ്രീനാണ്. അവിടെ എന്താണ്, ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു റൂസ്റ്ററിൻ്റെ പിക്ചർ കിട്ടും. ഇതേ തരത്തിൽ തന്നെയാണ് ബുക്കിൽ ചെയ്യുന്നത്. ബുക്കിൽ ചെയ്യുമ്പോൾ സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞ് ഈ ലൈൻസ് തന്നെ കണ്ടോ, ഈ എൻഡിലേക്ക് വരുന്ന ഭാഗങ്ങളിലേക്കുള്ള ലൈൻസ് ഇത്രയും ഹാർഡായിട്ട് ഉപയോഗിക്കരുത്. അത് ലൈറ്റായിട്ട് കാണണം. കാരണം പാട് മാത്രമേ കാണാവുള്ളൂ. വാട്ടർ കളർ യഥാർത്ഥം ചെയ്യും. ഇത് പ്രിൻറ്റഡ് പിക്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ വരച്ച് ചെയ്യുമ്പം ഈ ഭാഗങ്ങൾ ഔട്ട്ലൈൻ ലൈറ്റായിട്ടായിരിക്കണം. ആ ഔട്ട്ലൈൻ്റെ ഒരു ഇവിടം വരെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നാവുള്ളൂ. അത് കറുപ്പിച്ചൊന്നും കാണരുത്. എന്നിട്ടാണ് നിങ്ങൾ ഇതിനെ വാഷ് ടെക്നിക്കിൽ ഉപയോഗിക്കണം. പലതരത്തിൽ കളർ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും ഇങ്ങനെ കൊടുക്കണം. അത് ലൈറ്റായിട്ടാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് വരേണ്ടത്. വാട്ടർ കളർ എപ്പോഴും ലൈറ്റായിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ലൈറ്റിൽ നിന്ന് വീണ്ടും അതിൻ്റെ മുകളിൽ അത് ഉണങ്ങിയതിന് ശേഷം അടിക്കുക. വീണ്ടും അതിന് മുകളിൽ ഉണങ്ങിയതിന് ശേഷം അടിക്കുക.
വീണ്ടും അങ്ങനെ അപ്ലൈ ചെയ്ത് 3-4 ആവർത്തി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വാട്ടർ കളറിൻ്റെ പിക്ചർ കിട്ടുന്നത്. ഈ വാട്ടർ കളർ എന്ന മീഡിയയുടെ പ്രത്യേകതയാണ് സാറ് പറഞ്ഞത്. വാട്ടർ കളർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ ഉണങ്ങി വരുമ്പോഴാണ് വീണ്ടും അടുത്ത കളർ അപ്ലൈ ചെയ്തത്. അത് ഉണങ്ങാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് പോയി. ശ്രദ്ധിക്കുക, വാട്ടർ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കളർ ഉപയോഗിക്കാവുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. സാറ് പറഞ്ഞെന്ന് എല്ലാം കൂടെ ഇങ്ങനെ രീതിയിലാക്കരുത്. അത് ക്ഷമയോടിരിക്കണം. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കളർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ആ ഉണങ്ങാൻ വേണ്ട ക്ഷമ നിങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എത്രയും വേഗത്തിൽ വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യുക. നമ്മുടെ സ്കൂളിൻ്റെ ആപ്പിൽ പറ്റാത്തവരെന്ത് ചെയ്യണം? സാറിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുക. ഓക്കെ, താങ്ക് യു.